എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പക്കവടയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. പൊട്ട് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളിന് മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് കടലമാവാണ്. നമ്മളെടുക്കുന്ന പൊടികളിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഈ ഒരു പക്കവട ബേക്കറിയിൽ നിന്നും വാങ്ങിക്കാറാണ് പതിവ്. പക്ഷേ വളരെ എളുപ്പത്തിൽ ഇത് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അരിപ്പൊടിയാണ്. സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അനുപാതത്തിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് കടലമാവ് 1 കപ്പാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി അരിപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കണം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ 1 ടീസ്പൂണ് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂണ് കായപ്പൊടിയാണ്. അപ്പോൾ ഈ ഒരു കായപ്പൊടി മസ്റ്റായിട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പക്കവടക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കായപ്പൊടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇത് സാധാ പച്ചവെള്ളത്തിലല്ല കുഴച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4 ചെറിയുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തണ്ട് കറിവേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 3 വെളുത്തുള്ളി തൊലി കളഞ്ഞത് കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ശേഷം 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ അടിച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുന്നത്. ശേഷം അതുപോലെ ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇനി ഒരു ബൗളിന് മുകളിലായിട്ട് അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഈ തയ്യാറാക്കിയിട്ടുള്ള വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഇനി മാവ് കുഴച്ചെടുക്കുന്നത്. ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂണ് കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മാവിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കണ ഒരു മാവുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പരുവത്തിലാണ് ഇതുണ്ടായിരിക്കേണ്ടത്. സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നീട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. എങ്കിലേ നമ്മളിത് പ്രസ് ചെയ്തെടുക്കുന്ന സമയത്തും അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ ആ ഒരു പാകം. ഇനി നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സേവനായയുടെ ഈ ടൈപ്പിലുള്ള അച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിന് സേവനായിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പക്കവട തയ്യാറാക്കി തുടങ്ങാം. ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എപ്പോൾ ഇതുപോലെ പരന്നിട്ടുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ നമുക്കിത് ഇതുപോലെ ഒരു സമയം തന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ആദ്യത്തെ ബാച്ച് ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പരത്തിയിട്ട് വേണം പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ക്രിസ്പിയായി വരും. ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടിക്കൊടുക്കരുത്. അതിനാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചട്ടകം വെച്ചിട്ട് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. നല്ല ഹാർഡായിട്ട് ഫീൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് കളർ മാറി കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ അതിൻ്റെ മറ്റേ ഭാഗം കൂടെ ഒന്ന് കളർ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരുപാട് സമയമൊന്നും ഇതിനാവശ്യമില്ല. വളരെ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ബാക്കിയുള്ള മാവും എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പക്കവട ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഒന്ന് കൂടെ സെറ്റ് ചെയ്തെടുക്കാണ്ട്
അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്ന ടൈമിൽ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എമർജൻസി ഓൺ ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ കൈക്കൊണ്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പക്കവടയുടെ ആ ഒരു സൈസ് ഉണ്ടല്ലോ, ആ ഒരു സൈസിൽ ആക്കിയെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് പൊട്ടി കിട്ടും. ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പതുക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പക്കവട തയ്യാറായി. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പിയും അതുപോലെ നല്ല ടേസ്റ്റോടും കൂടിയിട്ടുള്ള പക്കവട റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അതുപോലെ ഒരുപാട് ടൈം എടുക്കണമില്ല. നമ്മൾ മാവ് തയ്യാറാക്കിയ ഉടനെ തന്നെ നമുക്കിത് എന്ത് ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കുക. ഇതിങ്ങനെ തയ്യാറാക്കി ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യുക. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്നൊരു ഈവനിങ് സ്നാക്ക് ആയിട്ടാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.